മറ്റൊരു മനുഷ്യമൃഗത്തിനെ ഞാൻ കണ്ടു. പേര് സീക്രട്ട് ഏജന്റ്. സ്വയം വിളിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. പണി മറ്റുള്ള മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഒളിച്ചു നോട്ടം. ഇന്നലെ കണ്ട വീഡിയോ ഹൃദയമുള്ള ഒരാളും ചെയ്യാത്ത ഒരു തരം ഒരു വീഡിയോ ആണ്. ഒരു കണ്ടന്റ് ക്രിയേറ്ററുടെ ഭാര്യ വേറൊരാൾക്കൊപ്പം ഒളിച്ചോടിപ്പോയി. രാത്രി ഇറങ്ങിപ്പോകുന്നതിന്റെ CCTV വിഷ്വലുകൾ പുറത്തു വന്നു. ഇത് സത്യമാണോ അല്ലയോ എന്നൊക്കെയുള്ള ചർച്ചകൾ. അതിനൊപ്പം മറ്റൊരാളുടെ തികച്ചും സ്വകാര്യവും വ്യക്തിപരവുമായ ഒരു കാര്യമാണല്ലോ ഇത്. അതിനാൽ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്നൊക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ വിചാരിക്കുമ്പോൾ സീക്രട്ട് ഏജന്റിന്റെ ഒരു വീഡിയോ വരികയാണ്. ഇവൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. വർഷങ്ങളായിട്ട് എനിക്ക് ഇവരെ അടുത്തറിയാം. ഇവരുടെ എല്ലാ കഥകളും അറിയാം. കല്യാണത്തിന് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ കല്യാണത്തിന് പോയിട്ടുണ്ട്. അപ്പോൾ ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഞാൻ അവനെ വിളിച്ചു, വിവരങ്ങൾ ചോദിച്ചു. നിങ്ങൾ കേട്ടത് സത്യം തന്നെയാണ്. അവൻ്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി എന്നവൻ എന്നോട് സമ്മതിച്ചു. പിന്നെ എൻ്റെ ജോലി വീഡിയോ ചെയ്യലാണല്ലോ, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ വന്ന അക്കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട വീഡിയോ. ഈ ടോപ്പിക് കുറച്ച് ടഫാണ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഓക്കെ കൂട്ടുകാരെ, വീഡിയോ കണ്ടു നോക്കാം. ഈ വീഡിയോയിൽ സുനിത ദേവദാസിന് ശേഷം മറ്റൊരു ചാനൽ കൂടി സായി കൃഷ്ണയെ വലിച്ചു കീറിയിട്ടുണ്ട്. സുനിത ദേവദാസ് സീക്രട്ട് ഏജന്റിനെ കടുത്ത രൂക്ഷ വിമർശനവുമായിട്ട് രംഗത്ത്. സുനിത ദേവദാസ് സായി കൃഷ്ണയെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. സീക്രട്ട് ഏജന്റ് മനുഷ്യമൃഗമാണ്. സുനിത ദേവദാസ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സായി കൃഷ്ണ എന്ന് പറയുന്ന സീക്രട്ട് ഏജന്റിനെ വിമർശിച്ചുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സുഹൃത്ത് അഖിൽ NRDയുടെ ഭാര്യ ഒളിച്ചോട്ടത്തെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ അടുത്ത സുഹൃത്താണ്, ഞാൻ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കിനി ഇതിനെ തുടർന്ന് യൂട്യൂബിൽ വീഡിയോ ചെയ്യേണ്ടി വരുമെന്നൊക്കെ സായി കൃഷ്ണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ സുനിത ദേവദാസ് കാണുകയും പിന്നീട് സുനിതയ്ക്ക് അത് കണ്ട് സഹിക്ക വയ്യാതെയാണ് സുനിത ഇപ്പോൾ വീഡിയോയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. സുനിത ദേവദാസ് ആ വീഡിയോയിൽ സീക്രട്ട് ഏജന്റിനെ പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യമൃഗം, രക്തരക്ഷസ്, പിശാച്, നാരി എന്നിങ്ങനെ. മാത്രമല്ല സുനിത ദേവദാസ് അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവയാണ്: മറ്റുള്ളവരുടെ ജീവിതത്തിലോട്ട് ഒളിച്ചോട്ടം. അഖിൽ NRDയുടെ ഭാര്യ ഒളിച്ചോടിയതിൽ അഖിൽ NRD വിഷയത്തിൽ വീഡിയോ ചെയ്തതിനെ കുറിച്ച് സുനിത പറഞ്ഞത് ഹൃദയമില്ലാത്തവർ ചെയ്യുന്നതാണ് എന്നാണ് സുനിത ദേവദാസ് വിശേഷിപ്പിച്ചത്. ഒളിച്ചോട്ട വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അഖിൽ NRD എന്റെ അടുത്ത സുഹൃത്താണ്. വർഷങ്ങളായിട്ട് എനിക്ക് അവനെ അടുത്തറിയാം. അവൻ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്, ഞാൻ കല്യാണത്തിന് പോയിട്ടുണ്ട്. അവന്റെ എല്ലാ കഥകളും എനിക്കറിയാം. അങ്ങനെ ഈ ന്യൂസ് അറിഞ്ഞപ്പോൾ ഞാൻ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് സീക്രട്ട് ഏജന്റ് പറയുന്നത്. നിങ്ങൾ കേട്ടത് സത്യമാണ്. പിന്നെ എന്റെ ജോലി വീഡിയോ ചെയ്യലാണ്. അതുകൊണ്ട് ഈ കാര്യം ഞാൻ വീഡിയോയിൽ വന്ന് നിങ്ങളോട് ഞാൻ പറയൂ. ഇതിനെ സുനിത ദേവദാസ് വിശേഷിപ്പിച്ചത് വൃത്തികെട്ട വീഡിയോ എന്നാണ്. പിന്നെ സുനിത ദേവദാസ് പറയുന്നുണ്ട്, സജിന പൂക്കുട്ടി വിഷയത്തിൽ, സജിന റസൂൽ പൂക്കുട്ടി വിഷയത്തിൽ സജിനയുടെ ഗർഭം ആദ്യമായിട്ട് സ്ഥിരീകരിച്ചത് ഗൈനക്കോളജിസ്റ്റ് അല്ല, സീക്രട്ട് ഏജന്റ് എന്ന മലരൻ എന്നാണ് വിശേഷിപ്പിച്ചത് സുനിത ദേവദാസ്. ബിഗ് ബോസിലെ ജാസ്മിൻ ജാഫറിനെ മാനസികമായി തളർത്തി എന്നും സുനിത പറയുന്നു. പിന്നെ സുനിത ദേവദാസ് ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇവൻ നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ കുളിമുറിയിൽ വരെ ക്യാമറ വെച്ചിട്ടുണ്ടാവും. കുളിക്കാൻ വേണ്ടി അധികം ഒരു ബക്കറ്റ് വെള്ളം എടുത്താൽ അത് വെച്ച് ഇവൻ കണ്ടന്റ് ഉണ്ടാക്കി വീഡിയോ ചെയ്യുമെന്നാണ് സുനിത ദേവദാസ് ആ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് ഇവന്റെ വീഡിയോ പോയി നോക്കുക എന്നാണ് സുനിത ദേവദാസ് ആ വീഡിയോയിൽ പറയുന്നത്. എന്നിങ്ങനെയുള്ള രൂക്ഷ വിമർശനങ്ങളാണ് സുനിത ദേവദാസ് ഉന്നയിക്കുന്നത്. പിന്നെ സുനിത ദേവദാസ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്: സീക്രട്ട് ഏജന്റിനെ പോലെയുള്ളവരെ ഇൻഫ്ലുവൻസർ, സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ എന്ന് വിളിക്കാൻ പാടില്ല. സുഹൃത്തുക്കളുടെ രക്തമൂറ്റുന്ന രക്തരക്ഷസ് എന്ന് വിളിയിടന്നാറി എന്നാണ് സുനിത ദേവദാസ് ആ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ എന്റെ പൊന്നു കൂട്ടുകാരെ, സുനിത ദേവദാസിന്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. മലയാളം സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പോൾ മറ്റൊരു മനുഷ്യമൃഗത്തിനെ ഞാൻ കണ്ടു. പേര് സീക്രട്ട് ഏജന്റ്. സ്വയം വിളിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. പണി മറ്റുള്ള മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഒളിച്ചു നോട്ടം. ഇന്നലെ കണ്ട വീഡിയോ ഹൃദയമുള്ള ഒരാളും ചെയ്യാത്ത ഒരു തരം ഒരു വീഡിയോ ആണ്. ഒരു കണ്ടന്റ് ക്രിയേറ്ററുടെ ഭാര്യ വേറൊരാൾക്കൊപ്പം ഒളിച്ചോടിപ്പോയി. രാത്രി ഇറങ്ങിപ്പോകുന്നതിന്റെ CCTV വിഷ്വലുകൾ പുറത്തു വന്നു. ഇത് സത്യമാണോ അല്ലയോ എന്നൊക്കെയുള്ള ചർച്ചകൾ. അതിനൊപ്പം മറ്റൊരാളുടെ തികച്ചും സ്വകാര്യവും വ്യക്തിപരവുമായ ഒരു കാര്യമാണല്ലോ ഇത്. അതിനാൽ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്നൊക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ വിചാരിക്കുമ്പോൾ സീക്രട്ട് ഏജന്റിന്റെ ഒരു വീഡിയോ വരികയാണ്. ഇവൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. വർഷങ്ങളായിട്ട് എനിക്ക് ഇവരെ അടുത്തറിയാം. ഇവരുടെ എല്ലാ കഥകളും അറിയാം. കല്യാണത്തിന് എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ കല്യാണത്തിന് പോയിട്ടുണ്ട്. അപ്പോൾ ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഞാൻ അവനെ വിളിച്ചു, വിവരങ്ങൾ ചോദിച്ചു. നിങ്ങൾ കേട്ടത് സത്യം തന്നെയാണ്. അവൻ്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി എന്നവൻ എന്നോട് സമ്മതിച്ചു. പിന്നെ എൻ്റെ ജോലി വീഡിയോ ചെയ്യലാണല്ലോ, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ വന്ന അക്കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട വീഡിയോ. ഈ ടോപ്പിക് കുറച്ച് ടഫാണ്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ എന്താണെങ്കിലും സംസാരിക്കണം. ഇതൊക്കെ ആരുടെ ലൈഫിൽ എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാവുന്ന വിഷയങ്ങളാണ്. അഖിൽ NRDയുടെ സീന് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അഖിലിൻ്റെ വൈഫ് ഒളിച്ചോടിപ്പോയി. ഞാൻ ഈ കല്യാണം അറ്റൻഡ് ചെയ്തൊരു വ്യക്തിയാണ്. 2020 ലാസ്റ്റ് 21 മുതലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ അഖിൽ NRD ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത്ര ലൗഡ് ആൻഡ് വിസിബിൾ ഒന്നും അല്ല അത്. ബട്ട് റിയൽ ലൈഫിൽ
അവൻ എന്തെങ്കിലും ഒന്നുള്ളപ്പോഴോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധത്തിൽ വിളിച്ച് സംസാരിക്കുന്ന 2 വ്യക്തികളാണ് നിങ്ങൾ. ഇത്രയും നല്ലൊരു സുഹൃത്തിനെ കിട്ടണമെന്നാണ് മലയാളക്കരയിലെ 99% മനുഷ്യരും ആഗ്രഹിക്കുന്നത്, അല്ലേ? അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ അഖിലൻ ആർഡിയായിട്ട് കീപ്പ് ചെയ്യുന്നു. ഈ നാറി ഉണ്ടല്ലോ ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. വളരെ മുമ്പ് എന്തോ ഇൻഫ്ലുവൻസർമാരുടെ ഒരു കടലാസ് സംഘടന ഉണ്ടാക്കി എല്ലാവരുടെയും ഫോൺ നമ്പറൊക്കെ വാങ്ങി ബന്ധം സ്ഥാപിച്ചിരുന്നല്ലോ ഇവൻ ഇൻഫ്ലുവൻസർമാരുമായിട്ട്. അതിനുശേഷം കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് എന്ത് പ്രശ്നം വന്നാലും അത് എത്ര വ്യക്തിപരമാണെങ്കിലും ഈ മനുഷ്യമൃഗം അവരെ വിളിക്കും. വ്യക്തിബന്ധം എന്ന് സ്ഥാപിച്ച് ഫുൾ വിവരങ്ങൾ ചോർത്തിയെടുക്കും. എന്നിട്ട് ഒരു ഒളുപ്പമില്ലാതെ അത് സോഷ്യൽ മീഡിയയിൽ വന്ന് കണ്ടന്റായി വിളമ്പും. ആദ്യമായിട്ട് ഞാനിത് ശ്രദ്ധിക്കുന്നത് മല്ലു ട്രാവലറുടെ കുറെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴാണ്. അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയുടെ വീഡിയോ അങ്ങനെയൊക്കെ വന്ന സമയത്ത്. അതിനു മുമ്പും ഈ പിശാച് വേറെ മനുഷ്യരുടെ രക്തം ഇതുപോലെ ഊറ്റി കുടിച്ചിട്ടുണ്ടാകാം, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്റെ ശ്രദ്ധയിൽ വന്ന ആദ്യ വിഷയം മല്ലു ട്രാവലറുടേതാണ്. ഈ മനുഷ്യമൃഗത്തിന്റെ സംഘടനയിൽ മല്ലു ട്രാവലർ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ബന്ധം വെച്ച് അന്ന് മല്ലു ട്രാവലർ ആരോടും സംസാരിക്കാതിരിക്കുന്ന കാര്യമാണ്. മല്ലു ട്രാവലർ ശരിയാണോ തെറ്റാണോ ഈ വിഷയത്തിൽ എന്നല്ല ഞാൻ പറയുന്നത്, ഈ മനുഷ്യമൃഗം ചെയ്തതാണ്. മല്ലുവിനോട് സംസാരിച്ച് ഫുൾ വിവരങ്ങൾ ചോർത്തി വീഡിയോ ആക്കി എന്ന് മാത്രമല്ല, ആ വീഡിയോയിൽ മല്ലുവിനെ ഇവൻ തള്ളിപ്പറഞ്ഞു. അതുപോരാ, ഞാൻ കടലാസ് സംഘടനയിൽ നിന്ന് മല്ലു ട്രാവലറെ പുറത്താക്കിയെന്ന് നോട്ടീസ് ഇറക്കി. മല്ലു തെറ്റോ ശരിയോ ആ വിഷയം എന്താ എന്നല്ല, ഈ രക്തരക്ഷസ് എങ്ങനെയാണ് മനുഷ്യരുടെ ചോര കുടിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് കഴിഞ്ഞപ്പോൾ മുതൽ ഓരോ സംഭവം വരുമ്പോൾ ഞാൻ ഇത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. തൊപ്പിയുടെ ഓരോ വിഷയം ഉണ്ടാകുമ്പോൾ തൊപ്പിയെ വിളിക്കും, അവരുടെ സുഹൃത്തുക്കളെ വിളിക്കും, എല്ലാ വിവരങ്ങളും ചോർത്തും വീഡിയോ ചെയ്യും, തൊപ്പിയെ തള്ളിപ്പറയും. ഫിറോസ് സജ്ന വിഷയം ഈ അടുത്താണ് ഉണ്ടായത്. അപ്പോഴും ഇത് തന്നെ ചെയ്തു. ഫിറോസിനെ വിളിക്കും, സജ്നയെ വിളിക്കും. സജ്നയുടെ ഗർഭമൊക്കെ ആദ്യമായിട്ട് സ്ഥിരീകരിക്കുന്നത് ഗൈനക്കോളജിസ്റ്റ് അല്ല, സീക്രട്ട് ഏജന്റ് എന്ന മലരനാണ്. അവൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുക വഴി പുള്ളി എന്തോ വലിയ സാമൂഹിക സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. റിയാക്ഷൻ വീഡിയോ എന്ന പേരിൽ സുഹൃത്തുക്കളുടെ വീട്ടിൽ ഒളിഞ്ഞു നോക്കുന്ന ഈ പിശാച് എന്താ ശരിക്കും വിചാരിക്കുന്നുണ്ടാവുക? എന്തോ സാമൂഹ്യ സേവനം നടത്തുകയെന്നോ? മനുഷ്യരുടെ വ്യക്തിപരമായ തികച്ചും സ്വകാര്യമായ വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയുന്നതാണ് കണ്ടന്റ് ക്രിയേഷൻ എന്നാണോ ഇവൻ മനസ്സിലാക്കിയിട്ടുള്ളത്? സോഷ്യൽ ഇഷ്യൂ ആണ് ഇവനൊക്കെ സംസാരിക്കുന്നത് എന്നാണ് ഇവൻ അവകാശപ്പെടുന്നത്. എന്ത് സോഷ്യൽ ഇഷ്യൂ? ഇത് ഓരോ മനുഷ്യരുടെ വളരെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ, ഇതിൽ മറ്റു മനുഷ്യർക്ക് എന്ത് കാര്യമാണുള്ളത്? എന്നിട്ട് പറയുന്നു വീഡിയോ ചെയ്യൽ എന്റെ ജോലിയാണ്, എന്ത് വിവരം അറിഞ്ഞാലും ഞാനത് സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയുമെന്ന്. ഇത്രയും പറഞ്ഞപ്പോൾ ഞാനൊരു ഭീകര സംഭവം ഓർക്കുകയാണ്. ബിഗ് ബോസ് നടക്കുന്ന കാലം ഇവൻ അഭിനയിച്ചുകൊണ്ട് നടക്കുന്നത് അതുവരെ ജാസ്മിൻ ജാഫറുടെ രക്ഷിതാവെന്നാണ്. ജാസ്മിൻ ജാഫറും അസ്ലാം ആർലിയും ഒക്കെ ഉൾപ്പെട്ട പിണക്കം, അവർ 2 സുഹൃത്തുക്കൾ തമ്മിലുള്ള പിണക്ക കേസിൽ ഇവൻ അവരെ അത് സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്ന മട്ടിൽ ഇടപെടുന്നു. എന്നിട്ട് ആ കുഞ്ഞു പെൺകുട്ടികൾ, ജാസ്മിനെ ഞാൻ കുഞ്ഞു പെൺകുട്ടി എന്നാ ഇപ്പോഴും പറയാ, ജാസ്മിൻ ജാഫർ ബിഗ് ബോസിൽ കയറിയ അന്ന് മുതൽ ഇവൻ ജാസ്മിനെതിരെ ഏറ്റവും നീചമായ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങി. ഈ സോഷ്യൽ മീഡിയയിൽ ഇന്ന് വരെ ആരും ആ കുട്ടിയെ കുറിച്ച് ഈ പിശാച് ചെയ്തത്ര വൃത്തികെട്ട വീഡിയോകൾ ഇന്ന് വരെ ചെയ്തിട്ടില്ല. എന്നിട്ട് ഇവൻ വൈൽഡ് കാർഡായി അതേ ബിഗ് ബോസിൽ ജാസ്മിന്റെ സീസണിൽ ബിഗ് ബോസിനകത്ത് പോയി. അവിടെ ചെന്ന ഉടൻ ഇവൻ കാല് മാറി ജാസ്മിൻ ജാഫറിന് ഏഷണയും നുണയും പറഞ്ഞു കൊടുത്ത് ഷോ തന്നെ അട്ടിമറിച്ചു. ജാസ്മിന്റെ മാനസിക നില തകരാറിലാക്കി. അർദ്ധസത്യങ്ങൾ പറഞ്ഞ് ജാസ്മിനെ മാനസികമായി തകർത്തു. എന്തെല്ലാമാണ് ഈ നാറി എന്ന് ചെയ്തുകൂട്ടെ. നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും ഇവൻ ജാസ്മിനോട് ചെയ്ത ക്രൂരതകളൊക്കെ. ആ സീസണിലെ പലരുടെയും സ്വകാര്യ ജീവിതം ഇവൻ കണ്ടന്റ് ആക്കി അതിനുശേഷം വീഡിയോ ചെയ്തു. ഇവൻ നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ കുളിമുറിയിൽ വരെ ഇവൻ ക്യാമറ വെച്ചിട്ടുണ്ടാകും. ഒരു ബക്കറ്റ് വെള്ളം നിങ്ങൾ ഒരു ദിവസം കുളിക്കാൻ വേണ്ടി അധികമായിട്ട് എടുത്താൽ അത് വെച്ച് ഇവൻ കണ്ടന്റ് ഉണ്ടാക്കി വീഡിയോ ചെയ്യും. സംശയമുണ്ടെങ്കിൽ ഇവൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളൊന്ന് യൂട്യൂബിൽ പോയിട്ടൊന്ന് നോക്കുക. ഞാൻ റാൻഡം ഓടിച്ചു നോക്കിയപ്പോൾ കിട്ടിയ കണ്ടന്റുകൾ പറയാം. 1, എന്റെ സുഹൃത്തിന്റെ ഭാര്യ ഒളിച്ചോടി. 2, ദിയ കൃഷ്ണ ഭർത്താവിന് ചിക്കൻ കൊടുത്തില്ല. 3, പ്രവീണും അനിയൻ പ്രണവും തല്ലുകൂടി. 4, തൊപ്പിയും ഷമീറും പിണങ്ങുമ്പോൾ തൊപ്പിയെ വിളിക്കും, ഷമീറിനെ വിളിക്കും. 2 കണ്ടന്റ് ആക്കിയിടുക. 5, ലോറി ഉടമ മനാഫിന്റെ വിഷയത്തിൽ, അർജുൻ വിഷയത്തിൽ ഇവൻ ചെയ്ത നാറിത്തരങ്ങൾ നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ല. 6ാമത്തെ കണ്ടന്റ് അഹാന കൃഷ്ണയും അമ്മൂമ്മയും തല്ലുകൂടി. സത്യമായിട്ട് ഇതൊക്കെ ഇവന്റെ കണ്ടന്റാണ്, ഞാൻ വെറുതെ പറയുന്നല്ല. 7, രേണു സുധിയെ വിറ്റിവൻ തിന്നതിന് കയ്യും കണക്കില്ല എന്നും ആ സ്ത്രീയെ കണ്ടന്റ് ആക്കും. എന്നിട്ട് അവർക്ക് ക്യാൻസർ വന്നപ്പോൾ വീണ്ടും ഇതേ തെണ്ടിത്തരം ചെയ്തു. ബന്ധം പറഞ്ഞു, വീട്ടിൽ പോയി വിവരം ചോദിച്ചു, ക്യാൻസർ സ്ഥിരീകരണ വീഡിയോ ചെയ്തു. എന്നിട്ടൊരു നാടകം AC വാങ്ങിക്കൊടുക്കൽ, അതും കണ്ടന്റ്. ആ പാവൻ രേണു സുധി ഇതൊക്കെ കണ്ട് കരഞ്ഞു. അവന് അറിയില്ല ഇതൊന്നും തോന്നുന്നത്. ഇവനെ സുഹൃത്താക്കി വെക്കുന്നവർ സൂക്ഷിക്കുക. ഇവൻ ആരുടെയും സുഹൃത്തല്ല, വെറും ഒളിച്ചു നോട്ടക്കാരൻ മാത്രം. പിന്നെ കുറേ കാലം ഹനാൻ ഷായുടെ പുറകെ നടന്നു, വിക്കി തഗിന്റെ പുറകെ നടന്നു, സഞ്ജു ടെക്കിയുടെ പുറകെ ഒന്നും വണ്ടി കേസൊന്നും അല്ല. അവന്റെ ബ്രേക്കപ്പ്, പഴയ കാമുകി, ഫസ്മിനയുടെയും തൊപ്പിയുടെയും മറ്റു കാമുകന്മാരുടെയും പുറകെ നടക്കുക. സുഹൃത്ത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹെൽനോസ് പാർട്ടിയെ കുറിച്ച് വരെ വൃത്തികെട്ട വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
എനിക്ക് പറഞ്ഞു മടുത്തുകൊണ്ട് ഞാൻ ലിസ്റ്റ് നിർത്തുകയാണ്. ബാക്കി നിങ്ങൾ പോയി റാൻഡം യൂട്യൂബിൽ ഓടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞതിൽ എനിക്ക് വ്യക്തിപരമായ ഏറ്റവും വലിയ ചതിയായിട്ട് തോന്നിയത് ഇവൻ ജാസ്മിൻ ജാഫറോട് ചെയ്തും ഇപ്പോൾ ഈ പുതിയ വീഡിയോയുമാണ്. ജാസ്മിൻ ബിഗ് ബോസിനകത്ത് ആയതുകൊണ്ട് ഇപ്പോഴും ആ കുട്ടി അറിഞ്ഞിട്ടുണ്ടാവില്ല ഇവൻ അവളോട് ചെയ്ത ക്രൂരതകൾ എന്തൊക്കെയാണ്. പല വീഡിയോയും ഡിലീറ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നത്. വീഡിയോ എന്ന പേരിൽ, കണ്ടന്റ് ക്രിയേഷൻ എന്ന പേരിൽ കുട്ടിയുടെ ജീവിതം തകർത്തവരിൽ മുൻപന്തിയിൽ നിന്നവനാണ് സീക്രട്ട് ഏജന്റ്. കൃഷ്ണ ഫാമിലിയിലെ ആ 4 പെൺകുട്ടികളെ കുറിച്ച് ഇവൻ എന്തെല്ലാം വീഡിയോ ആണ് ചെയ്യുന്നത്. രേണുസുതിയെയും മകനെയും ഒക്കെ ഇങ്ങനെ വിറ്റതിന് ഒരു ഉളുപ്പുണ്ടാവില്ല. സ്ഥിരം ഒറ്റുകേന്ദ്രങ്ങളുണ്ട് ഇവന്. ഇതുപോലെ ഈ മനുഷ്യമുഖത്തെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ ഒരു താല്പര്യവുമില്ല. പക്ഷെ ഇവന്റെ പുതിയ വീഡിയോ കണ്ട് സഹിക്കാൻ കഴിയാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തു പോകുന്നത്. ഇവനെയൊക്കെ സുഹൃത്താക്കുന്നവർ സൂക്ഷിക്കുക. അതാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്. നാളെ നിങ്ങളുടെ സ്വകാര്യ ജീവിതം ഇവൻ തെരുവിൽ വിൽക്കും. നിങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ, എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ ഇവന്റെ ഫോൺ കോൾ വരികയാണെങ്കിൽ സൂക്ഷിക്കുക. ഇവൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി അല്ല വിളിക്കുന്നത്, വിവരം ചോർത്താൻ വേണ്ടിയാണ്. മാക്സിമം എരിവും പുളിയുമുള്ള കഥ ചോർത്തിയെടുക്കാൻ വേണ്ടിയുള്ള വിളിയാണത്. അപ്പൊ പിശാചേ, നിന്നോട് എനിക്ക് പറയാനുള്ള എന്തറിയോ, നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പച്ച തോന്നിയാസമാണ്. അത് നിന്റെ ഇഷ്ടം, നീ ചെയ്യാതിരിക്കുക ചെയ്യേ. പക്ഷെ അതിന് റിയാക്ഷൻ വീഡിയോ, കണ്ടന്റ് ക്രിയേഷൻ ഇൻഫ്ലുവൻസർ എന്ന ഓമന പേരൊന്നും ഇട്ട് വിളിച്ച് മഹത്വവൽക്കരിക്കരുത്. നിനക്ക് നിർബന്ധമാണ് ഇതിനൊരു പേര് വേണമെങ്കിൽ ഏഷണി, നുണ, പരദൂഷണം, അല്ലെങ്കിൽ ട്രെയിനിലെ ടോയ്ലറ്റിലെ ചിത്രം വരയ്ക്കൽ, കുളിമുറിയിൽ ക്യാമറ വെക്കൽ എന്നോ, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ചോരയൂറ്റുന്ന രക്തരക്ഷസ് എന്നൊക്കെ പേരിട്ട് വിളിക്കണം. നാറി. ഓക്കെ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.